അങ്ങനെ പൈനാപ്പിൾ കൊണ്ടുള്ള വിഭവങ്ങൾ, അതായത് സർപ്രൈസ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ടേസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. എന്താണ് കൃഷ്ണ അഭിപ്രായം? ടോട്ടലി ഒരു 12 വെറൈറ്റീസ് ഓഫ് പൈനാപ്പിൾ കൊണ്ടുള്ള മാക്സിമം വെറൈറ്റീസ് ഉണ്ടാക്കി കഴിഞ്ഞു. ചിലവർ വളരെ സിമ്പിളായിട്ട് ചെയ്തു. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ആൾ ഒരുപാട് സിമ്പിളായിട്ട് ചെയ്തു. ചിലവർ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു. ചിക്കൻ പൈനാപ്പിളൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ ഒരു ഐഡിയ. അതെ, അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് റൗണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആയിരുന്നു എന്ന് പറയാം. പക്ഷേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഇല്ല. ഇവിടെയാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടിരുന്ന ഒരു സ്ഥലം. നിങ്ങളോട് ആലോചിച്ചോളൂ, 5 ഇൻഗ്രീഡിയൻസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ ഒരു പരിധി വെച്ചു എന്നും എനിക്ക് തോന്നുന്നു. ചിലരൊക്കെ വളരെ ടു സിമ്പിൾ, എന്തൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തന്നു, എന്നിട്ടും പൈനാപ്പിൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. വളരെ സേഫ് ആയിട്ടാണ് കളിച്ചത്. കാരണം നമുക്ക് ദേ വോണ്ട് ടു അങ്ങനെ തെറ്റുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞ പോലെ തോന്നി. എന്നാലും ഓരോ റൗണ്ട് കൂടുമ്പോൾ ബെറ്റർ ആയിക്കൊണ്ട് വരുന്നുണ്ട് അവർ. കാര്യം പായസമൊക്കെ കയറി പിടിക്കാന്ന് പറയുമ്പോൾ അത് ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷെ അതിനൊന്നും ഒരു വെറൈറ്റി ഇല്ല. ഇപ്പോൾ കേസരിക്ക് വെറൈറ്റി ഇല്ല, അങ്ങനെയൊന്നും ഒരു വെറൈറ്റി ഇല്ല. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചിക്കനെ കൊണ്ടുവന്നു, പക്ഷെ അത് മെയിൻ തീമിൽ നിന്നും കുറച്ച് മാറിപ്പോയി. പിന്നെ ചിലർ തീരെ ഗ്ലേസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ, പക്ഷേ പ്രസൻറ്റേഷൻ വൈസൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിയിൽ തുടക്കം തൊട്ടേ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ ആ പ്രാധാന്യം മറ്റു കാര്യങ്ങളിലേക്ക് കൊടുക്കണം. നേരത്തെ പറഞ്ഞാൽ എല്ലാം റെഡിയായി വരാം, പക്ഷേ നമുക്ക് ആ സ്പോട്ടിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതുണ്ടാവരുത്. കാര്യം ഇനി മിക്ക റൗണ്ട്സും ഇതുപോലെ സർപ്രൈസ് തന്നെ ആയിരിക്കും. അഡ്വാൻസ് നോട്ടീസൊന്നും ഉണ്ടാവില്ല. എനിവേ, നമ്മൾക്ക് നല്ല നല്ല വിഭവങ്ങൾ കഴിക്കാനുള്ള ഭാഗ്യമില്ല എന്ന് വിചാരിക്കേണ്ടി വരും. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും നല്ല റെസിപ്പീസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വരും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കും. എനിവേ, ടോട്ടൽ അസസ്മെൻറ്റ് നമ്മൾ മാർക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇതിൽ ഈ റൗണ്ടിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയിരിക്കുന്നത് ആർക്കായിരിക്കും? തീരുമാനമായല്ലോ അല്ലേ? ഞങ്ങളുടെ കമൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ. കറക്റ്റ്. രശ്മി. ഞാൻ രശ്മിക്ക് 25 മാർക്ക് തന്നിട്ടുണ്ട് 30-ൽ. ഞാൻ രശ്മിക്ക് 16/20. ടോട്ടൽ 41 മാർക്സ്. വളരെ സന്തോഷം തോന്നി ജഡ്ജ്മെൻറ്റ് കേട്ടപ്പോൾ. ഇപ്രാവശ്യം എനിക്ക് ഫസ്റ്റ് ആവാൻ പറ്റി. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നവ്യയുടെ സ്ഥാനം ഇപ്രാവശ്യം രശ്മി കൊണ്ടുപോയി. നവ്യ കുറച്ച് പുറകോട്ട് പോയി. ആൻഡ് സെക്കൻഡ് പ്ലേസ് ഗോസ് ടു വ്യത്യസ്തമായി ചിന്തിക്കുകയും ഒരുവിധം തെറ്റില്ലാണ്ട് ചെയ്യുകയും ചെയ്ത ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അതാരാണ്? അശ്വതി ചേച്ചിയാണോ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചേക്കുന്നത്? ആരതി എന്താണ് വ്യത്യാസം? ആരതി പായസമല്ലേ ഉണ്ടാക്കിയത്? അപ്പം നിങ്ങൾക്ക് ഇതുവരെ കത്തിയില്ല. ശരി, ഞങ്ങൾ പറയാം. സെക്കൻഡ് പ്ലേസ് ഇസ് ആരോമൽ. ഇല്ല, ആരോമൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് മനസ്സിലായി. ഓക്കെ, എന്തായാലും ആരോമലിന് ഞാൻ 20 മാർക്ക് തന്നിട്ടുണ്ട് ഔട്ട് ഓഫ് 30. ആരോമലിന് ഞാൻ 15/20. ആൻഡ് ടോട്ടൽ ഇസ് 35 മാർക്സ്. മോശമില്ല. ഭയങ്കര എക്സ്ട്രോണറി ഒന്നും അല്ലായിരുന്നു, പക്ഷേ കൂട്ടത്തിൽ ഭേദം എന്ന് പറഞ്ഞിട്ടാണ് ഇത്. ഈ ഒരു റൗണ്ടിൽ അത് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. തമ്മിൽ ഭേദം എന്നുള്ള കമ്പാരറ്റീവ് ഇവാലുവേഷൻ ആയിരുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ജഡ്ജ്മെൻ്റ് എല്ലാം വന്നു. ഒരുപാട് സന്തോഷമുണ്ട് സെക്കൻഡ് പൊസിഷനിൽ എത്താൻ പറ്റിയതിൽ. അപ്പോൾ ഇനിയും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഞാൻ ഒരുപാട് നല്ലതായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് തേർഡ് പ്രൈസ് അല്ലെങ്കിൽ തേർഡ് സ്റ്റാൻഡിങ്, മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആരായിരിക്കും? സ്വന്തമായിട്ട് പറയണം, ഞാൻ തന്നെയാണ്. ആരാ പറഞ്ഞത്? റൊണാൾഡോ. റെയ്നോൾഡിൻ്റെ ഒരു സിമ്പിൾ സാധനമായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് ഒരു ഐഡിയ ഓക്കെ, ഒരു പിക്കിളാക്കാൻ തോന്നിയല്ലോ. ഒന്നുമില്ലെങ്കിൽ ചേഞ്ച്. പിന്നെ ഇൻസ്റ്റൻ്റ് ആണ്, ആൾക്കാർക്ക് ഉണ്ടാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന പ്രയോജനം ഉണ്ടാവും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവും. റെയ്നോൾഡിന് ഞാൻ 18 മാർക്സ് ഔട്ട് ഓഫ് 30. റെയ്നോൾഡിന് 14/20. ആൻഡ് ടോട്ടൽ ഈസ് 32. 32 മാർക്ക്. ഇനി അടുത്തത് ആരതി പായസമാണ് ഉണ്ടാക്കിയെങ്കിലും അതിന് പുതുമയൊന്നുമില്ല, പക്ഷെ നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തിരുന്നു. അതിനൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു, സ്വാദുണ്ടായിരുന്നു. അതുകൊണ്ട് ആരതിക്ക് ഞാൻ 18 മാർക്ക് തന്നിട്ടുണ്ട്. ആരതിക്ക്
can 13 out of 20. ടോട്ടൽ ഇസ് 31 മാർക്ക്. ഓക്കെ, ഹാൻഡ്ബാഗ്. ഇനി ഏതാണ്? 5. 5-ാം സ്ഥാനത്താണ് ഇപ്പോൾ അശ്വതി നിൽക്കുന്നത്. അശ്വതിക്ക് 17 മാർക്ക് ഔട്ട് ഓഫ് 30. Ashwathika 12 out of 20. ആൻഡ് ടോട്ടൽ ഇസ് 29 മാർക്സ്. ഇനി അടുത്ത പൊസിഷൻ 6. ഷൊഫീല 6-ലെത്തി. എന്തായാലും ഒരു പെർഫെക്ഷൻ ഇല്ലായിരുന്നു കേട്ടോ ആ ടാർട്ടിന്. പിന്നെ ടോട്ടലായിട്ട് മോൾഡ് കിട്ടാത്തതിൻ്റെ പ്രശ്നം. പക്ഷേ ആ ഫില്ലിംഗ് നന്നായി വർക്ക് ചെയ്തു. പക്ഷേ ഫില്ലിംഗ് ഒന്നും നന്നായില്ല ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ പുളിയെല്ലാം കൂടുതലായിരുന്നു. ബട്ട് എനിവേ 16 ഔട്ട് ഓഫ് 30. ഷൊഫീല 11 out of 20. ടോട്ടൽ ഇസ് 27 മാർക്ക്. ഷൊഫീലയുടെ സന്തോഷമായി. വിചാരിച്ചതുപോലെ ബേക്ക് ചെയ്യാൻ പറ്റിയില്ല, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഇനി 7-ാമത്തെ പൊസിഷൻ. ഓക്കെ, സിമ്പിൾ ആണെങ്കിലും നല്ല പ്രസൻറ്റേഷൻ, അത്യാവശ്യം അങ്ങനെ വ്യത്യസ്തമായി ചിന്തിച്ച ഒരാളാണ് സ്മിത. 15 മാർക്കാണ് 30 പാസ് മാർക്ക് 50%. 10 out of 20. ആൻഡ് ടോട്ടൽ ഇസ് 50%. പിന്നെ ഇനി ആരാ? 8th പൊസിഷൻ ചിന്നു. പാവം ചിന്നു. ചിന്നു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കേസരി ഉണ്ടാക്കി. പക്ഷെ അത് അതിൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടില്ല. ആരും മധുരം ഒന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ മുകളിലേക്ക് വരായിരുന്നു. ചിന്നുവിനും എന്തായാലും 14 മാർക്ക് തന്നിട്ടുണ്ട് ഔട്ട് ഓഫ് 30. ചിന്നുവിന് തന്നിരിക്കുന്ന 10 out of 20. ടോട്ടൽ ഇസ് 24 മാർക്ക്. ഇനി ശരിക്കും പറഞ്ഞാൽ 9, 10, 11, 12. 9-ാമത്തെ പൊസിഷൻ നകുലിന് ഞാൻ 13 മാർക്ക്. നകുലിന് തന്നിരിക്കുന്ന 9 out of 20. ആൻഡ് ടോട്ടൽ ഇസ് 22 മാർക്സ്. ഇനി ഒരാളുണ്ട് 10-ാമത്തെ പൊസിഷനിലാണ് നിതിൻ. ഞാനൊരു 12 മാർക്സ് ഔട്ട് ഓഫ് 30. വ്യത്യസ്തമായി ചിന്തിച്ചതിനാണത്. നിതിന് 8 out of 20. ആൻഡ് ടോട്ടൽ ഇസ് 20 മാർക്സ്. എന്തായാലും നിതിൻ്റെ മാർക്കൊന്നും ഒരു പാസ് മാർക്കേ അല്ല എങ്കിലും ഒരു വ്യത്യസ്തമായ തോട്ട്. ഇംപ്ലിമെൻറ്റേഷൻ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. എനിവേ, ഇനി ലാസ്റ്റ് വരുന്ന 2 ആൾക്കാരാണ്. 2 people അവസാനം. ഒന്ന് അറിയാലോ, ഒബ്വിയസ്ലി സലീന ആൻഡ് നവ്യയാണ് 11th പൊസിഷൻ. സലീനയാണ് 12th പൊസിഷൻ. എനിക്ക് തോന്നുന്നു നവ്യയുടെ സ്പോയിലായി പോയി എങ്കിലും ഒരു അല്പം സ്വാദൊക്കെ ഉണ്ടായിരുന്നു. അതിനെ വേറൊരു കാറ്റഗറിയിൽ നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു പക്ഷേ മുകളിലോട്ട് വരാം. പക്ഷേ എന്നാലും അതൊരു പായസമായിട്ടല്ലേ തുടങ്ങിയത്. പായസം എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് മോശമായി പോയതാ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് ആൾക്കാർ. അതുകൊണ്ട് നമുക്കതിനെ പിന്നെ രക്ഷിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ആൻഡ് സിമിലർലി സലീന ഒരു നല്ല പുഡിങ് ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇത് സാധാരണ പുഡിങ് എന്നുള്ളൊരു ഓർഡിനറി കോൺസെപ്റ്റാണ്. ബട്ട് സ്റ്റിൽ അതൊരു പെർഫെക്റ്റ് ലെവലിൽ ചെയ്യാൻ ആയിരുന്നു. പക്ഷെ അതിൽ അതുകൊണ്ട് അത് ഒട്ടും പെർഫെക്റ്റ് ആയില്ല. അതുകൊണ്ട് നിങ്ങൾ 2 ആളും താഴെ പോയത്. അതിൽ നവ്യയ്ക്ക് ഞാൻ 11 മാർക്ക് ഔട്ട് ഓഫ് 30. നവ്യയ്ക്ക് ഞാൻ 7 out of 20. ആൻഡ് ടോട്ടൽ ഈസ് 18 മാർക്ക്. പിന്നെ സലീനയ്ക്ക് ഞാനൊരു 10 മാർക്കാണ് തന്നിരിക്കുന്നത് 30. സലീനയ്ക്ക് ഞാൻ 7 out of 20. സെയിം മാർക്കാണ്. ആൻഡ് പക്ഷേ ടോട്ടൽ വരുമ്പോൾ 17. എനിവേ, അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് റൗണ്ടാണ്. നമ്മൾ ആദ്യത്തെ റൗണ്ട് നമ്മൾ പിന്നെ ഫ്രീസറൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചു എന്നേ ഉള്ളൂ. സെക്കൻഡ് റൗണ്ടിൽ ഫ്രീസറുണ്ട് ഡെഫിനറ്റ്ലി. സോ 2 പേര് ഇതിൽ നിന്ന് ഫ്രീസറിലേക്ക് പോകും. വൺ ഈസ് സലീന ആൻഡ് ദ അതർ വൺ ഈസ് നവ്യ. ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് പ്ലേസിൽ വന്നതാണ്. പക്ഷേ സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് ചൂടല്ലേ, കുറച്ച് ഫ്രീസായിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. സോ ഇനി നെക്സ്റ്റ് റൗണ്ടിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു സൂചനയാണ്, കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ ഫ്രീസറിലാണ്. അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതിൽ. പിന്നെ കാരണം ജെലറ്റീനാണ് എന്നെ പറ്റിച്ചത്. അത് കുറച്ച് കൂടിപ്പോയി. മാം പറഞ്ഞപ്പോൾ കുറച്ച് ഹാർഡായിപ്പോയി എൻ്റെ പുഡിങ്. പക്ഷേ ഇനി ഞാൻ ഏതായാലും ഫ്രീസറിൽ കയറാതെ ശ്രദ്ധിക്കും. മറ്റുള്ളവർക്കും ഇതൊരു സൂചനയാണ്. ഫ്രീസർ എന്ന് പറഞ്ഞാൽ ഔട്ടായി പോവുകയല്ല, തൽക്കാലം ഹോൾഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരു അവസരം കൂടി കിട്ടും. ഫ്രീസർ റൗണ്ട് വരുമ്പോൾ നിങ്ങളെ ഒന്നുകൂടി പരീക്ഷണം നടത്താനായിട്ട് വിടും. അതിൽ നന്നായിട്ട് എക്സൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു, എന്നിട്ട് വീണ്ടും കമ്പീറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത റൗണ്ടിൽ നിങ്ങൾ ഉണ്ടാവില്ല. ഇനി ഫ്രീസർ റൗണ്ടിലുള്ള ആൾക്കാരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞിട്ട് അവരുടെ നമ്പേഴ്സ് കുറച്ചായി കഴിയുമ്പോൾ ഫ്രീസർ റൗണ്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾക്ക് പെർഫോം ചെയ്യും.
ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.